ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ജർമ്മനിയിലത്തെ സ്ട്രോബെറി ഫീൽഡിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ട്രോബെറി ഫീൽഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് സ്ട്രോബെറി പറിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് സാധനം കിട്ടും. പിന്നെ അതുപോലെ തന്നെ വിലയും കുറവാണ്. ഞാൻ ഈ സ്ട്രോബെറി വെച്ചിട്ടൊരു ജാം ഉണ്ടാക്കാൻ, അപ്പം ഞാൻ നല്ല പഴുത്ത സ്ട്രോബെറി വെച്ചിട്ടാണ് എടുക്കുന്നത്. കൊറോണയൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം കുറച്ച് കുറഞ്ഞിരിക്കണു. അത് കാരണം തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോ സ്ട്രോബെറി വാങ്ങി. അതിൽ നിന്ന് ഒരു 1/2 കിലോ വെച്ചിട്ടാണ് സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് അടി കട്ടിയായിട്ടുള്ള ഒരു പാത്രമാണ്. പിന്നെ നമുക്കിതിന് 3 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ ഇത് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 1/2 കിലോ സ്ട്രോബെറിക്ക് 100 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ലൈമാണ്. എന്നിട്ട് നമ്മൾ സ്ട്രോബെറിയും പഞ്ചസാരയും ലൈമും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളമൊക്കെ ഊർന്നു വരും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത്. ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാം. അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കണം നന്നായിട്ട്. അത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ പറ്റും. മീഡിയം ഫ്ലെയിമിലേക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. ഏകദേശം ഒരു 20 മിനിറ്റ് പിടിക്കും ആ ജാം കൺസിസ്റ്റൻസി ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ സ്ട്രോബെറി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കൺസിസ്റ്റൻസി ഒക്കെ ചേഞ്ച് ആയി. ഇപ്പോൾ ആ ജാമിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി നമുക്കതെടുത്തിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ജാറിലേക്ക് മാറ്റാം. ശരിക്കും ഇതൊരു ഈസി റെസിപ്പിയാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് വേണ്ടൂ. അതിൽ നാരങ്ങ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വെറുതെ സ്ട്രോബെറിയും പഞ്ചസാരയും മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.